ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം ഈ സോഷ്യൽ മീഡിയ, ഈ റീൽസ്, ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിൽ ഇപ്പം കുറെ പഴയ പാട്ടുകളൊക്കെ ആൾക്കാർ ഹിറ്റാക്കി കുത്തിപ്പൊക്കിക്കൊണ്ടിരുന്നുണ്ട്. അതായത് നമ്മൾ ഒരു ടൈമിൽ കേട്ടിട്ടുണ്ടാവും, മറന്നു പോയിട്ടുള്ള പാട്ടുകളായിരിക്കും. പക്ഷെ അത് ഇപ്പം റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാൻ തോന്നുന്നത് ഈ ഒരു റീൽസിൻ്റെ ഒക്കെ ഇമ്പാക്റ്റിൽ അങ്ങനെ കുറേ പാട്ടുകൾ ട്രെൻഡിങ് ആയി. ഈ കുറേ മറ്റേ ഭക്തിഗാനങ്ങളായിക്കോട്ടെ എല്ലാം. ഇപ്പൊ പിള്ളേർ മറ്റേ റീൽസ് ഒക്കെ ചെയ്യണത് മറ്റേ ഭക്തിഗാനത്തിലൊക്കെയാണ് ഇപ്പൊ റീൽസ് ഒക്കെ ചെയ്യണം. അപ്പൊ അങ്ങനെ അത് എന്താ ഐഡിയ ആണ്, എഡിറ്റ് സെൻസ് ഒക്കെ ഇപ്പൊ ഓരോരുത്തരുടെ ഇപ്പൊ ക്രിയേറ്റിവിറ്റി നെക്സ്റ്റ് ലെവലാണ്. ആദ്യം ഇത് എങ്ങനെ യുണീക്ക് ആക്കാം എന്നുള്ളതാണ് ആളുകളുടെ പ്ലാൻ. നേരത്തെ എന്ന് പറയുമ്പോ ഈ പറയണത് പോലെ മറ്റേ നമ്മുടെ എഡിറ്റിംഗ് സ്കിൽ ആയിക്കോട്ടെ, പിന്നെ പാടാനുള്ള കഴിവായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഷോക്കേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പോഡ്കാസ്റ്റിൽ ഫീച്ചർ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യയിലെ കാണുന്നത് ഈ പോഡ്കാസ്റ്റ് ഫീച്ചർ ചെയ്ത പല ആളുകൾ എയറിൽ പോണതാണ്. അതെ, ഈ പോഡ്കാസ്റ്റ് ആക്ച്വലി കുറച്ച് ഓപ്പൺ കോൺവെർസേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരുന്നതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് വീണു. അത് മിക്കവരും അത് ക്ലിക്ക് ബൈറ്റ് ആയിട്ട് യൂസ് ചെയ്ത നമ്മൾ മറ്റേ അങ്ങനത്തെ പരിപാടി. പക്ഷെ നിങ്ങൾ ചെയ്ത 3 എപ്പിസോഡ്സ് ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ല റീച്ച് ഉണ്ട്. ഞാൻ ഇപ്പം ഈ സ്ഥിരമായി പോഡ്കാസ്റ്റ് കാണുന്ന, പോഡ്കാസ്റ്റ് ശ്രദ്ധിക്കാറുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ എപ്പിസോഡ്സ് കട്ട് ചെയ്ത് ചെറിയ ചെറിയ ബിറ്റ്സ് ആയിട്ട് വരുമല്ലോ, അതിനെ പറ്റിയിട്ടൊക്കെ ആളുകൾക്ക് നല്ല റിവ്യൂസ് ഉണ്ട്, ഒരുപാട് പേര് കാണുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങൾ ആക്ച്വലി ബേസിക്കലി ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം.